വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഒരു സ്ലൈം ബോളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫാം ലാൻഡിൽ ഒരു ഫാം കൊണ്ടുവരാൻ പോവാണ്. അത് നമ്മുടെ ബോൺമീൽ ഫാമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അയൺ മൈനിങ്ങിന് പോയായിരുന്നു. പട്ട് ചന്തക്ക് പോയ പോലെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ആ പാട് ഈ ഒരു ലെതറിൻ്റെ ഈ ഒരു ബൂട്ടും ചെസ്റ്റ് പ്ലേറ്റൊക്കെ ഇട്ടേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് എല്ലാം ഞാൻ ഓരോ ചെറിയ ചെറിയ കേവിലൊക്കെ ഇറങ്ങി തീർക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇതേപോലെ മൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ മൈൻ ചെയ്യുന്നുള്ളൂ. വെള്ളത്തിൻ്റെ അടിയിൽ പോയി മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടുകയുടെ. ഞാൻ ഇതേപോലെ ഇന്നലെ മൈൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയായിരുന്നു മൈൻ ചെയ്തത്. അത്യാവശ്യം ആ ഒരു അയൺ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ആണ്. എന്തൊക്കെയോ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഡീപ് സ്ലൈറ്റ്. അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ നേരത്തെ എൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഫാംസൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ ഈ ഫാമിൻ്റെ അടിയിലായിട്ട്, അതായത് ഈ ഒരു ഗ്രാസ് ബ്ലോക്കിന് പകരം നമ്മൾ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും വെക്കുന്നത്. പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് വേണോ, ഡീപ് സ്ലൈറ്റ് ടൈൽസ് എടുക്കണോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഡീപ് സ്ലൈറ്റ് ബ്രിക്സ് കാണാൻ കുറച്ചും കൂടി കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് തന്നെ നമുക്കിനി ഇവിടെ വയ്ക്കാം. ഇനി നമ്മൾ ഏതൊരു ഫാം ഉണ്ടാക്കിയാലും അതിൻ്റെ അടിയിൽ വരുന്നത് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് ആയിരിക്കും. നമ്മൾ ഇവിടെയുള്ള ഫാംസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഡീപ് സ്ലൈറ്റ് കൊണ്ടായിരിക്കും. ഈ ഡീപ് സ്ലൈറ്റിൻ്റെ പേര് വായിക്കൊള്ളാത്ത പേരാണ്, അതാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. അത് നമ്മുടെ സ്റ്റോൺ കട്ടറി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഡീപ് സ്ലൈറ്റ് ആണ്. അല്ലാതെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവിടെ എങ്ങനെ ഞാൻ കണ്ടില്ല ഈ ഒരു ഡീപ് സ്ലൈറ്റ്. കുറെ നേരമായിട്ട് ഞാനായിട്ട് നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ ഉറങ്ങാത്ത പുല്ലി? ആ, ഉറങ്ങി. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ആയിട്ട് കുറച്ച് ബ്ലോക്ക് മാറ്റി അവിടെ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് കൊണ്ടുവന്ന് വെക്കണം. ഇപ്പം ഞാൻ ഈ ഒരു സ്ഥലത്ത് തന്നെ റാൻഡം ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഫാംസ് ഒന്നും ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഫാംസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ എല്ലാത്തിനും അതിൻ്റെതായൊരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മളിപ്പം ഈ ഒരു ഹോള് ഫുള്ള് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് കൊണ്ട് നിറച്ചെന്ന് വെച്ചോ. ഇപ്പം നമ്മൾ വേറൊരു ഫാം ഉണ്ടാക്കുമ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അടുത്ത കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി വയ്ക്കും. അങ്ങനെ അങ്ങനെ വെച്ച് ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഫാം ലാൻഡ് ഫുള്ളും എവിടെയൊക്കെ ഫാം ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു ബ്രിക്ക് ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ ഒരു മതിൽ പോലെ കെട്ടി അതങ്ങ് അടക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്സ് കുറച്ച് വെച്ചപ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഇവിടെ കാണാൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ള് ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് ആണെങ്കിൽ എന്ത് രസമായിരിക്കും. അത് വിട്. അപ്പം നമുക്ക് എന്തായാലും ആ ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എന്തായാലും ആ ഒരു ഫാമിൻ്റെ ബാക്കി ട്യൂട്ടോറിയൽ ഞാൻ കാണിക്കുന്നില്ല. കാരണം കാണിച്ചിട്ടും കാര്യമില്ല, ആ ഫാം വർക്കാവത്തില്ല. പിന്നെ നിങ്ങൾ ട്യൂട്ടോറിയൽ കാണിച്ചു തന്നിട്ട് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ട്യൂട്ടോറിയൽ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ബാക്കി പോയി കണ്ടിട്ട് വാ. ഈ ഹോപ്പർ വെച്ച് കഴിഞ്ഞ് ഈ ഹോപ്പറിന്റെ മുകളിലായിട്ട് 3 കമ്പോസ്റ്റർ വെച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പണി പാളി പോയിട്ടുണ്ട്. ആ കമ്പോസ്റ്ററിന്റെ മുകളിലായിട്ട് പിന്നെയും നമ്മൾ 3 ഹോപ്പറും കൂടി വയ്ക്കണം. അത് അവർ ആ ഒരു ഐറ്റംസിൽ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനി അത് പോയി ഞാൻ എവിടെന്നെങ്കിലൊക്കെ പോയി ആ ഒരു അയണും കാര്യങ്ങളൊക്കെ ഇനി തപ്പി പിടിച്ച് ആ ഒരു 3 ഹോപ്പറും കൂടി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആ റെഡ് സ്റ്റോണും കൂടി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇതേപോലെ പില്ലർ ചെയ്യാൻ എന്നെപ്പോലെ ഏതെങ്കിലും ബ്ലോക്ക് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതേപോലെ പൊട്ടിച്ച് കളയണം. ഈ ഫാം വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പില്ലർ പൊട്ടിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫാമും കൂടി പൊട്ടിച്ച് കളയണം. ഈ ഒരു ഫാം ഉണ്ടാക്കേണ്ട പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അടിപൊളി. സാൻഡ് ഇപ്പം തന്നെ വെളിയിൽ വന്നിട്ടുണ്ട്. നല്ല ഫാമാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഫാം പൊളിക്കുക എന്നിട്ട് വേറെണ്ണം ഉണ്ടാക്കുക. എന്തായാലും ഈ ഒരു ഫാമിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. നിങ്ങൾ അത് നോക്കി ഉണ്ടാക്കിയാൽ വേണ്ട. എനിക്ക് പൊളിയുന്നു, ഞാൻ പോണ്. എന്തായാലും നമ്മുടെ ഫാം ലാൻഡിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫാമിന് തന്നെ ഇമാതിരി ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഒരു ഹോപ്പർ ഉണ്ടാക്കാനായിട്ടുള്ള അയൺ തപ്പി പോയിട്ട് ചില്ലറ അടിയൊന്നും അല്ല ഞാൻ ആ സോംബികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയത്. ഈ ഒരു ഫാം ഉണ്ടാക്കാൻ കളക്ട് ചെയ്യേണ്ട ഐറ്റംസിൽ 3 ഹോപ്പറെ പറഞ്ഞിട്ടുള്ളായിരുന്നു. എന്നാലും ഞാൻ ഒന്നും പോട്ടെ, നമ്മുടെ ആവശ്യമല്ലേ. അപ്പം നമ്മൾ തന്നെ കുറച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെയും കേവിലിറങ്ങി നല്ല അടി കൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു അയണം കൊണ്ടുവന്നത്. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ അവസ്ഥ. എൻ്റെ പൊന്നെ. അപ്പോൾ ശരി, എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ബായ്.
അപ്പൊ എന്തായാലും ആ ഒരു ഫാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വേറൊരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ബോൺ മീൽ ഫാം തന്നെയാണ്. ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാര്യം ഈ ഒരു ഫാം വർക്കിംഗ് ആണ്. ഇതേപോലുള്ള ഒരു മെക്കാനിസം വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബോൺ മീൽ ഫാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. എന്നാലും ഈ ഒരു ഫാം വർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഫാം ഫുള്ള് പൊട്ടിച്ചു മാറ്റിയാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ 17 ബോൺ മീലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.